ഫിസിക്സ് നോട്ട്ബുക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പ്രൊജക്റ്റൈൽ മോഷനിലെ ഇമ്പോർട്ടൻ്റ് ഒരു ഡെറിവേഷനാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ പബ്ലിക് എക്സാമിൽ പലപ്പോഴും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഡെറിവേഷൻ. അന്നേരം നമ്മൾ ആദ്യം പ്രൊജക്റ്റൈൽ മോഷൻ, ഇത് വെലോസിറ്റി യു, തീറ്റ മേക്ക് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ട്, ആ ബോഡിയുടെ പ്രൊജക്റ്റൈൽ ബോഡിയുടെ വെലോസിറ്റിയാണ് യു. ഇവിടെ വരുമ്പോൾ മാക്സിമം ഹൈറ്റ്, പിന്നീട് ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇതാണല്ലോ ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്ന് ഇങ്ങനെ പോയി, ഇത് ഹൊറിസോണ്ടൽ ആക്സിസ്, ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് വീണ്ടും തിരിച്ച് ഹൊറിസോണ്ടൽ ആക്സിസിൽ ടച്ച് ചെയ്യുമ്പം എന്തും വേണ്ടി സമയം എടുത്തോ അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇവിടുന്ന് ഹൊറിസോണ്ടലിൽ നിന്ന് തുടങ്ങി പിന്നീട് ഈ ഹൊറിസോണ്ടൽ ആക്സിസിൽ എത്താൻ ആവശ്യമായ സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അന്നേരം ഇപ്പം യു എന്ന് പറയുന്നതാണ് ഇനിഷ്യൽ വെലോസിറ്റി. തീറ്റ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഹൊറിസോണ്ടലുമായിട്ടാണ്. അന്നേരം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റി യു ആണ്, തീറ്റ മേക്ക് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്, എക്സ് ആക്സിസ് ആണ്, അത് കോസ് കമ്പോണൻ്റ് ആയിരിക്കും. അന്നേരം യു കോസ് തീറ്റ. തീറ്റ വെർട്ടിക്കൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്നില്ല യു, അങ്ങനെ ആകുമ്പം വെർട്ടിക്കൽ ആക്സിസ് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും, യു സൈൻ തീറ്റ. അന്നേരം നമുക്കിവിടെ എഴുതാം യു കോസ് തീറ്റ, യു സൈൻ തീറ്റ, യു സൈൻ തീറ്റ. ഈ പറഞ്ഞ തന്നെയാണ് പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദി ടൈം ടേക്കൺ ബൈ ദി പ്രൊജക്റ്റൈൽ ടു റിട്ടേൺ ടു ദി സെയിം ഹൊറിസോണ്ടൽ ലെവൽ ആസ് ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ഇവിടുന്ന് തുടങ്ങി വീണ്ടും ആ ഹൊറിസോണ്ടൽ ആക്സിസിൽ വരാൻ ആവശ്യമായ സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ, ഈ ഡെറിവേഷൻ കാണാൻ വേണ്ടി ആദ്യം നമുക്ക് അറിയേണ്ടത് എസ് സി ഇസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കണം. പിന്നെ ഇതിനകത്തൊരു കണ്ടീഷനുണ്ട്, നമ്മൾ എടുക്കുന്ന എല്ലാം വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിരിക്കണം. വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുമ്പം ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, ഇവിടെ യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റിയാണ്, ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റിയാണ്. പിന്നീട് ടി ടൈം ഓഫ് ഫ്ലൈറ്റ്, എ ഇവിടെ പ്രത്യേകിച്ച് ഒരു ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. പിന്നീട് ഈ ടി എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ടി ആണ്. അന്നേരം ഇതിനകത്ത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ വരും അത് നമുക്ക് നോക്കാം. എന്താണ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇതാണ് വെർട്ടിക്കൽ ആക്സിസ് വൈ ആക്സിസ്, ഇതാണ് ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ്. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം ഇവിടെ ഇരിക്കുന്ന പോയിന്റ് ആണെങ്കിൽ ഇതിനെ പിടിച്ച് ഇങ്ങോട്ടാക്കുക, അന്നേരം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ കിട്ടി. ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണണമെങ്കിൽ ഇതിനെ പിടിച്ചിട്ട് ഹൊറിസോണ്ടൽ ആക്സിസിലോട്ട് വന്നാൽ മതി. ഇവിടെ ഒന്ന് നോക്കിയേ, ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇവിടുന്ന് തുടങ്ങി ഈ പോയിന്റ് എടുക്കുമ്പം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഈ മാക്സിമം ഹൈറ്റ് എത്തുമ്പം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആയി, അത് ഹൈറ്റിന് ഈക്വലായി. ഈ പോയിന്റ് എത്തുമ്പം വീണ്ടും കുറഞ്ഞ് ഇവിടം വരായി. ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞുള്ള അവസ്ഥ നോക്കിയേ, വീണ്ടും 0 ആയി. അന്നേരം ഈ കേസിൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് എത്രയാണ്? എസ് എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ നമ്മൾ ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എഴുതിയില്ല. ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആരാണ്? വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്, യു സൈൻ തീറ്റ, യു സൈൻ തീറ്റ. അടുത്തത് ആക്സിലറേഷൻ ഗ്രാവിറ്റി താഴോട്ടാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഇത് മേളിലോട്ട് എറിയുവാണെങ്കിൽ ഇത് നമുക്കൊരു ഫസ്റ്റ് കേസായിട്ട് എടുക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മേളിലോട്ട് എറിയുക, ഗ്രാവിറ്റിക്കെതിരെ, അന്നേരം -t. വേറൊരു കേസ് മേളിൽ നിന്ന് താഴോട്ട് വരുന്ന കേസ് 2, ഗ്രാവിറ്റിക്ക് അനുകൂലമാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി +t. മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പം
ഈ പ്രൊജക്റ്റൈലിൻ്റെ ഇവിടുന്ന് മേളിലോട്ട് ആദ്യം എറിഞ്ഞ് പിന്നെ താഴോട്ട് വരുന്നു, ഗ്രാവിറ്റിക്ക് അനുകൂലമായിട്ട് വരുന്നു. പക്ഷേ ആദ്യം എറിഞ്ഞത് മേളിലോട്ടായതുകൊണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിട്ട് എടുക്കാവുള്ളൂ? -g ആയിട്ട് എടുക്കാവുള്ളൂ. അന്നേരം ഒറ്റ കേസ് മാത്രമേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി +g ആയിട്ട് വരത്തുള്ളൂ. അത് താഴോട്ടുള്ള മോഷനിൽ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അന്നേരം ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിട്ടാണ് എടുക്കേണ്ടത്? -g. പിന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ അങ്ങ് കൊടുക്കുകയാണ് T. ഇതെല്ലാം കൂടി എടുത്ത് ഈ ഇക്വേഷന് കൊണ്ടുവരുന്നത് s = ut + ½ at². അത് എഴുതണം. അന്നേരം s0 = ut. u എന്ന് പറയുന്നത് u sin θ into t പ്ലസ് ഹാഫ് a എന്ന് പറയുന്നത് -g ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ t². അന്നേരം 0 = u sin θ ഇൻറ്റു t മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് ഇൻറ്റു പ്ലസ് ആ. അന്നേരം പ്ലസ് ഇൻറ്റു മൈനസ് എന്തോ മൈനസ് ഹാഫ് GT². ഈക്വലിൻ്റെ അപ്പുറത്ത് ഈ മൈനസ് വരുമ്പം പ്ലസ്സായി മാറി. അന്നേരം ഹാഫ് GT² = u sin θ t. ഇനി നോക്കുക, ഇവിടെ t², ഇവിടെ t. അന്നേരം നമുക്ക് എന്തോ ചെയ്യാം? വെട്ടി പോവും. അന്നേരം ഇവിടെ t മാത്രമാവും. അന്നേരം ഹാഫ് ഇൻറ്റു GT = u sin θ. ഇനി നമുക്ക് GT = ഈ 2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2u sin θ. ടൈം ഓഫ് ഫ്ലൈറ്റ് t = 2u sin θ by g. അന്നേരം ഇവിടെ ഒന്ന് വേർഡ്സിൽ എഴുതിക്കോണം, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് എഴുതിക്കോണം. ഇതാണ് ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് പോലും പ്രൊജക്റ്റൈൽ മോഷൻ്റെ 3 ഡെറിവേഷൻ, മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഇത് പഠിച്ചിരിക്കണം. ആദ്യം ഫിഗർ വരയ്ക്കുക. എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് എഴുതുക. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അതായത് പ്രൊജക്റ്റൈൽ സ്റ്റാർട്ട് ചെയ്ത് ഹൊറിസോണ്ടലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഹൊറിസോണ്ടലിലോട്ട് വരുമ്പം ഉള്ള ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇതിന് എടുക്കേണ്ട ഇക്വേഷൻ എന്ന് വെച്ചാൽ s = ut + ½ at² ആണ്. പിന്നീട് ഇതെടുക്കുമ്പം വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ എടുക്കാവുള്ളൂ. ഇനിഷ്യൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് u sin θ ആണ്. പിന്നീട് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പറഞ്ഞ് ഇവിടുന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി വരും. പിന്നീട് താഴെ എത്തുമ്പം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിന് ഈക്വലാവും? 0ക്ക് ഈക്വലാവും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആദ്യം ഗ്രാവിറ്റിക്കെതിരെയാണ് പോകുന്നത്, പിന്നീടാണ് താഴോട്ട് വരുന്നത്. അതുകൊണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി -g. പിന്നീട് ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് ഇക്വേഷൻ t = 2u sin θ by g വരും.